ഹലോ ഡിയേഴ്സ്, അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് ഓർത്തെ നമുക്കൊന്ന് തെങ്ങിനൊക്കെ ഒന്ന് മോട്ടർ അടിച്ചിട്ട് വന്നാലോ. പുറത്താണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റണില്ല, അപ്പൊ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് നനയാം. തെങ്ങിന് കെട്ടിപ്പിടിച്ചാണ് കേട്ടോ നമ്മുടെ പാവയ്ക്ക വളരണേ. പാവയ്ക്ക വള്ളിയിൽ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിനൊരു പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു കുഞ്ഞിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുമ്മോ കണ്ടിട്ട് നീളം പാവയ്ക്കാണ് ഉണ്ടാവണേന്ന് തോന്നുന്നു. അങ്ങനെ തെങ്ങിന്റെ തടം നിറഞ്ഞു തുളുമ്പണ വരെ നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ ഓസ് വെച്ച് വെള്ളം അടിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അത്രയും സമയം നമുക്ക് വെള്ളത്തിൽ കളിക്കാലോ. കൂട്ടത്തിൽ എൻ്റെ ടാങ്കർ വാഴയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടാ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പരിപാടിയാണ്, ഈ 2 ടാങ്കിലും നമുക്ക് മഞ്ഞൾ ഇഞ്ചി നടണം. വെള്ളം കണ്ടാൽ ചീമും കൊക്കും ഒരുപോലെയാ. അപ്പോൾ ഒരു കൊട്ട നിറയെ ഇഞ്ചിയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടാങ്കിലാണ് ഫസ്റ്റ് നടേണ്ടത്. അപ്പുറത്തെ ടാങ്കിൽ നമുക്ക് മഞ്ഞളിന് വേണ്ടി സ്ഥലം ഒഴിവാക്കാം. ചെറുതായിട്ടൊന്ന് നമ്മുടെ ചവറുകളൊക്കെ ഇളക്കിയിട്ട് അതിൽ വേണം കേട്ടോ നമുക്ക് ഇഞ്ചിരാൻ. എന്നിട്ട് തിരിച്ച് ചവറ് മൂടണം. കുറച്ചാൾ കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണിടാം. മഹാഗണി കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് മുഴുവൻ ചവറ് ഈ ടാങ്കിലാണ് കേട്ടോ കൂട്ടിയിരുന്നേ. അതുകൊണ്ട് ഇപ്പോൾ ലാഭമായി. ഇനി നല്ലോണം വെള്ളം ഒഴിക്കാം. മുള വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.